സംസ്ഥാനത്ത് ദുരിതമനുഭവിക്കുന്ന മുഴുവൻ കർഷകരുടെയും ശാശ്വത രക്ഷ ഉറപ്പാക്കും വരെ അതിശക്തമായ തുടർ സമരത്തിന് UDF നേതൃത്വം നൽകുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. UDF കോതമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ദുരിതമനുഭവിക്കുന്ന മുഴുവൻ കർഷകരുടെയും ശാശ്വത സുരക്ഷ ഉറപ്പാക്കും വരെ ശക്തമായ തുടർ സമരത്തിന് UDF നേതൃത്വം നൽകുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. രാഷ്ട്രീയമല്ല, നമ്മുടെ സമരത്തിനോടൊപ്പം വന്നില്ലെങ്കിൽ പോലും അനുഭാവപൂർണമായിട്ടുള്ള നടപടികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നാളെ തെരഞ്ഞെടുപ്പ് വരുന്നത് വോട്ടായി മാറണം. ഏത് രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും, ഇടതുപക്ഷ ചിന്തകരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ആ വോട്ടുകൾ നമുക്ക് അനുകൂലമായി മാറാൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയും അവരിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മനസ്സ് നമുക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകും. UDF കോതമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ നയിക്കുന്ന മലയോര കർഷക രക്ഷായാത്രയുടെ കോതമംഗലത്ത് നടക്കുന്ന ജില്ലാതല സമാപന സമ്മേളനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് സ്വീകരണം നൽകുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. മലയോര കർഷക രക്ഷായാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പുതിയ വനനിയമം ഉപേക്ഷിക്കുവാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകേണ്ടി വന്നു എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. പല കാര്യങ്ങളിലും ഏറ്റവും വൈകിയാണ് ഈ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നും ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിന് മുൻപിലാണ് പലപ്പോഴും അവരുടെ നിലപാടുകൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അവസാനം വനനിയമ ഭേദഗതി അവർ പിൻവലിക്കേണ്ടി വന്നു. ഈ യാത്ര ആരംഭിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഈ വിവാദ ഭേദഗതി ബില്ല് ഞങ്ങൾ പിൻവലിക്കുന്നു, ഇനി അതുണ്ടാവില്ല എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ നിയമസഭയിലും അത് സംബന്ധിച്ച് ചർച്ചയുണ്ടായി. അവരുടെ ഉള്ളിലിരിപ്പ് ആ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ നയം ഈ നാട് മുഴുവൻ വനമാക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് അവർക്ക് നേട്ടമുണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. UDF നിയോജക മണ്ഡലം ചെയർമാൻ TU കുരുവിള അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം, നിയോജക മണ്ഡലം കൺവീനർ MS എൽദോസ്, UDF നേതാക്കളായ AG ജോർജ്, KP ബാബു, PP ഉതുപ്പാൻ, ഇബ്രാഹിം കവലയിൽ, AT പൗലോസ്, അഡ്വക്കേറ്റ് മാത്യു ജോസഫ്, AC രാജശേഖരൻ, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, PK മൊയ്തു, മുഹമ്മദ് ഇക്ബാൽ, PC ജോർജ്, ജെസി സാജു, ഗോപി നാടുകാണി, ജോമി തെക്കേക്കര, മാമച്ചൻ ജോസഫ്, പ്രിൻസ് വർക്കി, PS നജീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.